ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ എന്ന് വെച്ചാൽ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നല്ല മഴക്കോള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴ വലുതായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആണെങ്കിൽ അവരെല്ലാം വന്നിട്ട് പോയതിന് ശേഷം ഞാനിതുപോലെ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ആണെങ്കിൽ ഞങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ബാലൻസ് നമ്മുടെ സവാളയും അതുപോലെ തന്നെ മാവും നമ്മുടെ ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാനിതുപോലെ എടുത്തതാണ്. വൈകിട്ട് ചായക്കല്ല, കാപ്പിക്ക്. ചായ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാപ്പി ഇടാമെന്ന് വെച്ചപ്പോൾ സമയം ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഉള്ളിവട അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളിതുപോലെ സവാള അതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ട് നമ്മുടെ ഓണിയൻ റിങ് പോലെ, അല്ലെങ്കിൽ റിങ് ഓണിയൻ എന്താ പറയുക, അങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ വാങ്ങിച്ച മാവ് കടലമാവ് ആയിരുന്നില്ല കേട്ടോ, മൈദാമാവായിരുന്നു. ഞാൻ പക്ഷേ കടലമാവെന്ന് പെട്ടെന്ന് കടലമാവ് എന്നുള്ളത് എൻ്റെ മൈൻഡിൽ വന്നില്ല കേട്ടോ. പിന്നെ മൈദാമാവാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മൈദാമാവാണെങ്കിലും അതിന് ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 വലിയ സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ 4 സവാള എടുത്തിട്ട് അത് ഞാനൊന്ന് റൗണ്ടിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ റൗണ്ടിൽ അരിഞ്ഞെടുത്താവുന്ന ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിടുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കാണും. അപ്പോൾ ഞാൻ എല്ലാം നമ്മളൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് ഓരോന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, ഓരോ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മൈദാമാവും അതുപോലെ തന്നെ അതിലേക്ക് മുളക് പൊടി, കുറച്ച് ഗരം മസാല ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് സോഡാപ്പൊടി, അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സോഡാപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടിയും ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊരു തിക്ക് ബാറ്ററാക്കിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് ലൂസായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിക്കായിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പം ആ ഒരു ബാറ്ററിലേക്ക് നമ്മൾ ഈ ഓരോ സവാളയിലും കുറച്ച് ഞാൻ ഉപ്പൊന്ന് ചെറുതായിട്ടൊന്ന് അതിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗസ്റ്റൊക്കെ അവരൊക്കെ വന്നപ്പോൾ ഇതുപോലെ അവർക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാൻ സവാളയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നേരമാണെങ്കിൽ നമ്മൾ സവാള അത് കഴിക്കുമ്പോൾ സവാളയ്ക്ക് ആ ഒരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് നമ്മുടെ സവാളയിലും കുറച്ച് ഉപ്പൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത കുറച്ച് ഓയിലുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ബാറ്ററിൻ്റെ ഒരു പാത്രത്തിലാണ് നമ്മൾ ബാക്കി മാവൊക്കെ ഇട്ട് ബാറ്റർ തയ്യാറാക്കിയത്. അപ്പോൾ പിന്നെ നമ്മുടെ ഓയിലൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഓയിൽ നമ്മുടെ കുപ്പിയിലേക്കൊക്കെ പൊട്ടിച്ചൊഴിച്ചു. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ നേരത്തെ ഓയിലിലേക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ സവാള അതിലേക്ക് മുക്കി നമ്മുടെ ഈ ബാറ്ററിലേക്ക് മുക്കി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സംഭവം വളരെ സിമ്പിളാണ്. പക്ഷേ ഇത്രയും ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരം മെനക്കിടേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളും എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എന്തുണ്ടാക്കിയാലും നമുക്ക് ഇച്ചിരി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് തന്നെ തികയാണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് സ്നാക്സ് ഇതുപോലെ ഉണ്ടാക്കിയാലും അത്യാവശ്യം ക്വാണ്ടിറ്റി കൂട്ടി നമ്മൾ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ചില സമയം ലാസ്റ്റൊക്കെ ആവാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് മെനക്കേട് പോലെ നമുക്ക് ഭയങ്കരമായിട്ട് ഇതുപോലെ തോന്നും. എങ്കിലും പിന്നെ കുട്ടികൾക്കല്ലേന്ന് വെച്ചിട്ട് നമ്മളത് ഫുള്ളങ്ങ് ഉണ്ടാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ എല്ലാം നമ്മളൊരു ചെറിയ പാനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം അതിൽ കൊള്ളുന്ന രീതിയിൽ മാത്രമേ നമ്മൾ അതിലേക്ക് നമ്മൾ ഉള്ളിയൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പം ഇത് നന്നായിട്ട് പക്ഷേ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞെടുക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഓയിൽ ഒരുപാട് ഇത് അബ്സോർവ് ചെയ്യും തോന്നും കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ അതെല്ലാം അങ്ങ് എടുത്തു. അപ്പോൾ കണ്ടോ, ഞാൻ ആദ്യത്തെ തവണ ഉണ്ടാക്കി വെച്ചപ്പോൾ തന്നെ നമ്മുടെ ലച്ചു അവിടെ കയറി നിൽപ്പുണ്ട്. അപ്പോൾ അവൾക്കെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയൊരു സ്റ്റൂളുണ്ട്. അപ്പോൾ അത് എടുത്തിട്ടിട്ട് അവൾ അവിടെ കയറി നിൽക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, നമ്മൾ ഗ്യാസ് തീയൊക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ വെച്ചതുകൊണ്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും അവളിങ്ങനെ. പിന്നെ അവളോട് ഇറങ്ങാൻ പറഞ്ഞാലും അവൾ ഇറങ്ങില്ല കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് തിന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ എണ്ണ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങനെ അവൾക്ക് കൊടുത്തതും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ അവൾ പിന്നെ അവിടുന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല, അവിടെ തന്നെ കയറി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ വിളിച്ചിട്ടൊന്നും അവൾ പോകുന്നതും ഇല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അതുപോലൊക്കെ പാചകം ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അവൾ കൂടെ വന്ന് നിൽക്കും കേട്ടോ. അപ്പം വലിയ പൊക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ്.
അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഉണ്ടാക്കി എടുത്തതെല്ലാം കുട്ടികൾ ഓരോന്നായിട്ട് കൊണ്ടുപോയി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ തവണ പൊരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനും അതിൽ നിന്ന് ഒരെണ്ണം തിന്ന് നോക്കി ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മൈദാമാവ് ആയതുകൊണ്ട് എനിക്കൊരു നമ്മുടെ കടലമാവിൻ്റെ അത്രയും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. എങ്കിൽ പോലും മൈദാമാവിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കട്ടെ കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ചായയല്ല, ഞാൻ പറഞ്ഞല്ലോ കാപ്പി വെക്കാമെന്ന്. അപ്പോൾ കാപ്പിക്കുള്ള വെള്ളവും കൂടി വെക്കണം. അപ്പോൾ ഞാൻ ഇതെന്തായാലും ഒന്ന് വറുത്തൊക്കെ എടുക്കട്ടെ. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഓണിയൻ റിങ്ങൊക്കെ ഏകദേശം ഒന്ന് പൊരിച്ച് തീരാറായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മുടെ കാപ്പിക്കുള്ള വെള്ളവും കൂടി വെക്കാണ് കേട്ടോ. അപ്പോൾ ലച്ചുവിനെ അമ്മ എടുത്തിട്ടുണ്ട്. ലച്ചു എന്നാലും പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ അമ്മ ഓരോന്നൊക്കെ കാണിച്ച് അവളെ എടുത്തുകൊണ്ട് അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കാപ്പിയാണെങ്കിൽ അമ്മ റെഡിയാക്കി എടുക്കും കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇതെടുത്തിട്ട് നമ്മുടെ തമ്പനെയിലിന് വേണ്ടിയിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിൽ നിന്ന് ഓരോന്നായിട്ട് ഞാനും അകത്താക്കുന്നുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഗരം മസാലയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ആ ഒരു മസാലയുടെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ കാപ്പി അപ്പോഴത്തേക്ക് റെഡി ആയി കേട്ടോ. കാപ്പി റെഡി ആയപ്പോഴത്തേക്ക് അമ്മ ആ ചൂട് കാപ്പിക്കകത്ത് നെയ്യ് ഇതുപോലെ ഇട്ട് കൊടുക്കും. അപ്പം നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കാപ്പിയിൽ ഇതുപോലെ നെയ്യ് ഒഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിലർക്കൊന്നും അതിൻ്റെ നെയ്യുടെ ചെവ ഇഷ്ടമാവില്ല. അപ്പോൾ പിന്നെ അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ ബാറ്ററൊന്നും അതിലേക്ക് നന്നായിട്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വേറെ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ സവാള കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലതായിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് ഇതായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞമ്മയുടെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്തു. അവർ കളിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ പിന്നെ നാളെ രാവിലത്തേക്ക് വേണ്ടിയിട്ട് കാപ്പിക്ക് വേണ്ടിയിട്ട് അമ്മ ഇതുപോലെ നമ്മുടെ അപ്പത്തിനുള്ള മാവ് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും അമ്മ എങ്ങനെയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ വീട്ടിൽ തന്നെ പച്ചരി ഒന്ന് കുതിർത്ത് അത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഫൈനായിട്ട് അങ്ങ് പൊടിച്ചെടുക്കും. പൊടിച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കും കേട്ടോ. അരിച്ചിട്ട് പിന്നെ അതിലേക്ക് കപ്പി കാച്ചും. അപ്പോൾ കപ്പിയൊക്കെ കാച്ചി നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് കേട്ടോ നമുക്കന്നേരം കിട്ടുക. അപ്പം അമ്മ എല്ലാം അങ്ങനെ പൊടിച്ച് മാറ്റി അരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് തന്നെ കുറച്ച് പൊടിയെടുത്ത് നമ്മുടെ വെള്ളത്തിൽ കലക്കി തീ കുറച്ചിട്ടൊന്ന് കുറുക്കി എടുത്ത് അങ്ങനെയാണ് കപ്പി കാച്ചുക. അപ്പോൾ അങ്ങനെ ഒന്ന് കുറുക്കി എടുത്തിട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് ആ ഒരു കപ്പി കാച്ചുന്നത് ഒന്ന് നന്നായിട്ട് തണുത്ത് വരണം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കലക്കി വെക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ ഏകദേശം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുഖത്ത് തേക്കാമെന്ന് വെച്ചതാണ് കേട്ടോ. പക്ഷെ അമ്മ സമ്മതിച്ചില്ല എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ അരിപ്പൊടി ഇങ്ങനെ കുറുക്കി മുഖത്ത് നമ്മുടെ ഒരു ഫേസ് പാക്കായിട്ട് ചെയ്യുന്നത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ആവട്ടെ എന്ന്. അങ്ങനെ അമ്മ അതൊക്കെ കാച്ചി വെച്ചു. പിന്നെ ഞാൻ ഇരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ വൈകുന്നേരത്തേക്ക് ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട് കിഴങ്ങും ക്യാരറ്റും കൂടെയുള്ള ഒരു മെഴുക്കുവരട്ടി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ എടുക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ രാത്രിയിലാണ് കേട്ടോ. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ നമ്മൾ കപ്പി കാച്ചിയതൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കപ്പി കാച്ചിയത് അത് നമ്മുടെ ആ പൊടിയിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്.